വെൽക്കം ടു പൊന്നൂസ് വ്ലോഗ്സ്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ പൊന്നൂസിന്റെ അംഗനവാടിയിൽ കലോത്സവമാണ്. അപ്പൊ ഗായ്സ് പൊന്നൂസിന് ഡാൻസ് ഉണ്ട്. അപ്പൊ പൊന്നൂസ് പോവാൻ പോവാണ്, റെഡി ആവാനാണ്. പൊന്നൂസിന് മേക്കപ്പ് ചെയ്യണം. ഗായ്സ് പൊന്നൂസ് ഇവിടെ മേക്കപ്പ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അമ്മ എന്ത് സാധനം എടുക്കാൻ പോയിട്ടുണ്ട്. അപ്പൊ പൊന്നൂസ് മേക്കപ്പ് ചെയ്യുന്ന വീഡിയോ നമുക്ക് കാണണ്ടേ? കാണാം. ഗൈസ് ഫസ്റ്റ് തന്നെ പൊന്നൂസിന് ക്രീം കൊണ്ടേ. എന്നിട്ട് ക്രീം അമ്മ അത് ഇതല്ലേ ഈ മൂക്കിലൊക്കെ കുരു. ഗൈസ് പൊന്നൂസിന്റെ പീഡിക്കാൻ എഴുതി കൊടുക്കണം അല്ലേ പൊന്നൂസേ? ഗൈസ് പൊന്നൂസിനെ കണ്ണെഴുതിപ്പിക്കാൻ വേണ്ടി ഭയങ്കര കഷ്ടപ്പെടും ഗൈസ് അല്ലേ പൊന്നൂസേ? അവളെന്നെ പറഞ്ഞു ഗൈസ്. അയ്യോ കണ്ണെഴുതി കഴിഞ്ഞ സുന്ദരിയായ നോക്കട്ടെ, ഇങ്ങോട്ട് നോക്കട്ടെ. സുന്ദരി ഗൈസ് പൊന്നൂസിനെ ടൈമിൽ കണ്ണിൽ നോക്കാതെ ഇത് മറന്നുപോയി. ഈ ഷേഡ് ഇട്ടിട്ടുണ്ട് അല്ല പൊന്നൂസേ? തുറക്കണ്ട. വാവ്, റെഡിഷ് കളർ. അതെ റെഡിയായി, സുന്ദരിയായി, ഡാൻസ് കളിക്കാൻ റെഡിയായി ഇപ്പണ്ട്. പൊന്നൂസിനെ കണ്ടാ സുന്ദരി സൂപ്പറായിട്ട് കളിക്കല്ലേ ഡാൻസ്. ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവർക്ക് ചെസ് നമ്പറൊക്കെ ഉണ്ട്. ചെസ് നമ്പർ അനുസരിച്ച് വിളിച്ചുകൊണ്ടിരുന്നത് ചേട്ടാ ആദ്യമൊക്കെ. പിന്നെ അത് അംഗനവാടി നമ്പർ അനുസരിച്ച് വിളിക്കാൻ തുടങ്ങി. പൊന്നൂസ് അങ്ങനെ പരിപാടിക്കൊക്കെ കണ്ട് നിൽക്കുവാണ് അവിടെ. പൊന്നൂസിന് അങ്ങനെ സ്റ്റേജിൽ കയറാനുള്ള പേടിയൊന്നും ഇല്ലായിരുന്നു കേട്ടോ. പൊന്നൂസ് ഇപ്പോൾ അടുത്ത കയറുമെന്ന് പറഞ്ഞാൽ അവിടെ പോയി നിൽപ്പുണ്ട്. ഇനി 2 ഡാൻസും കൂടി കഴിയുമ്പോൾ പൊന്നൂസിൻ്റെയൊക്കെ ഡാൻസാണ് കേട്ടോ. പൊന്നൂസിൻ്റെ ഒപ്പം കളിക്കുന്നത് ആരുഷാണ്, പൊന്നൂസിൻ്റെ അംഗനവാടി പഠിക്കുന്ന ഒരു കുട്ടി.
അവിടെ ഡാൻസ് ഒക്കെ കഴിഞ്ഞ് നല്ലപോലെ കളിച്ച് അവിടെ ഫുഡൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി നിന്നില്ല, ഭയങ്കര തിരക്കായിരുന്നു. അപ്പം ഞങ്ങൾ ഇനി ഇവിടെ വീട്ടിൽ വന്നു. വീട്ടിൽ നിന്ന് ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ വീണ്ടും അങ്ങോട്ട് പോകും സമ്മാനം മേടിക്കാം അല്ലേ? ചെസ് നമ്പർ 21. പക്ഷെ വിളിച്ചത് 39 അല്ലേ? നമുക്ക് പോവാം. കുഞ്ഞാറ്റിനെ ഡാൻസ് ക്ലാസ്സിലാക്കിയിട്ട് ഞങ്ങൾ മൂന്നുപേരും കൂടി ചെന്നപ്പോഴേക്കും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ്. പിന്നെ പിള്ളേർ വെറുതെ സ്റ്റേജിലൊക്കെ കയറി ഒരു പാട്ട് പാടിയും കഥ പറയുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പൊന്നൂസിനോട് പറഞ്ഞാന്നൊക്കെ ചോദിച്ച് പാന്നൊക്കെ പറഞ്ഞു. പിന്നെ പാടിച്ചില്ല അവളെ. അത് കഴിഞ്ഞ ഉടനെ തന്നെ പിന്നെ സമ്മാനദാനം തുടങ്ങിയിട്ട പിള്ളേർക്ക് ഇങ്ങനെ മെഡൽ പോലത്തെ ഇതും ഒരു സർട്ടിഫിക്കറ്റുമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് വെച്ചത്. പൊന്നൂസിന് സർട്ടിഫിക്കറ്റ് കിട്ടിയില്ലല്ലോ, എന്തോ കറക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് കിട്ടിയില്ല. മെഡൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആൾക്ക് ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കിട്ടിയപ്പോഴേക്കും. പൊന്നൂസിൻ്റെ ഫസ്റ്റ് സ്റ്റേജ് പ്രോഗ്രാം ആയിരുന്നു കേട്ടോ ഇത്. അങ്ങനെ പിന്നെ അവിടെ നിർത്തി എല്ലാവരും കൂടെ നിന്ന് ഫോട്ടോയൊക്കെ എടുത്ത് സർട്ടിഫിക്കറ്റ് അംഗനവാടിയിൽ നിന്ന് പിന്നെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പൊന്നൂസിൻ്റെ കൂടെ കളിച്ച കുട്ടിയെ സമ്മാനം മേടിക്കാൻ നിന്നില്ല, എന്തോ തിരക്കുള്ളതാണ്, നേരത്തെ പോയി. ഇപ്പോൾ കൂടെ നിൽക്കുന്നത് വേറെ ഏതോ ഒരു അംഗനവാടിയുള്ള കുട്ടിയാണ് കേട്ടോ. പൊന്നൂസ് സമ്മാനം കിട്ടുമെന്ന് പറഞ്ഞപ്പോൾ ഇതൊന്നുമല്ല പുള്ളി പ്രതീക്ഷിച്ചു. പുള്ളി ഷീൽഡൊക്കെ പ്രതീക്ഷിച്ചെന്ന് വെച്ചാൽ കുഞ്ഞാറ്റൊക്കെ കിട്ടണ പോലത്തെ കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു.